CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവാരക്കുണ്ട് 14-കാരിയുടെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മലപ്പുറം SP വിശ്വനാഥൻ പറഞ്ഞു. 16-കാരന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് KPCC ജനറൽ സെക്രട്ടറി KA തുളസി, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും അവർ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ സുപ്രധാന ആത്മീയ സംഗമങ്ങളിലൊന്നായ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് വിശേഷാൽ പൂജകളോടെ തുടക്കമായി. വെള്ളിയാഴ്ച നടന്ന ചടങ്ങുകളിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. സംസ്ഥാനത്ത് തുടരുന്ന അസ്വാഭാവികമായ കോഴി വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാർ വിപണിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്ക് കൃത്രിമമായ വിലവർദ്ധനവാണ് നടക്കുന്നതെന്നും ഇവർ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിലെ നടമാളിക വാർഡിൽ ഉൾപ്പെടുന്ന വടക്കുമണ്ണം റോഡിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള ഖരമാലിന്യങ്ങളും ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. കരുവാരക്കുണ്ട് 14-കാരിയുടെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മലപ്പുറം SP വിശ്വനാഥൻ പറഞ്ഞു. 16-കാരന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഉള്ള രീതിക്ക് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അവിടെ നിന്ന് തെളിവ് ശേഖരണം നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് കൺഫർമേറ്ററി ആക്കണമെങ്കിൽ അതിന് ഈ സ്കൂൾ ബാഗ് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുടെ എല്ലാ സാധനങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടി അവിടെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാനുള്ള സാഹചര്യം ഇപ്പം നമ്മൾ സംശയിക്കുന്നില്ല. അതൊന്നും ഇൻക്വസ്റ്റിൽ നമുക്കൊന്നും തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി അതെല്ലാം അഗെയിൻ ഫാമിലി നീട്ട് റോപ്പിൽ ഇന്നെല്ലാം നമുക്കിതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാനോ വെരിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്ന് SITയുടെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് കേസ് എന്തായാലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പരാതികളുടെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. ഈ കുട്ടി സ്കൂളിൽ പോകാറില്ല, അങ്ങോട്ട് സ്കൂളിൽ പോകാറില്ല എന്ന് പറഞ്ഞു. കുറേ കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് +1 അങ്ങനെ ഒരു സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് എന്തെങ്കിലും വിശദീകരണമുണ്ടോ അതിനെക്കുറിച്ച്? നമ്മൾ അതിലേക്ക് ആക്ച്വലി ഡെപ്തിൽ പോയിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് കൂടി നമ്മൾ അന്വേഷിക്കും. കുട്ടി ആക്ച്വലി നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. പ്രോബ്ലം മീൻസ് ഇത് റിവീൽ ചെയ്യാൻ കൊറോബറേറ്റ് ചെയ്യാൻ നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് കഴിയും. ബിക്കോസ് ഇപ്പോൾ ഉള്ള രീതിയിൽ നമുക്ക് ആകെയുള്ള ഇൻഫർമേഷൻ ഈ പ്രതി അല്ലെങ്കിൽ കുട്ടിക്കുറ്റവാളി പറയുന്ന ഒരു മാറ്ററാണ്. ഇതുവരെ മറ്റൊരാൾക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും സുഹൃത്തിന് പെൺകുട്ടിയെ സംശയം ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി മനസ്സിലായതെന്ന് SP പറഞ്ഞു. പെരിന്തൽമണ്ണ DYSP പ്രേംജിത്ത് കേസ് അന്വേഷിക്കും. ഇപ്പോൾ നിലവിലൊക്കെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 4 മണി 3 മണിയോടുകൂടി അവിടെ എത്തിയെന്നുള്ളതാണ്. ഇപ്പം നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടല്ല, മൊഴികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഇടയിൽ ഇവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേർഡ് പേഴ്സൺ അതിലില്ലാത്തതുകൊണ്ട് പ്രതി അല്ലെങ്കിൽ ഈ സാലറി നോട്ടിസ് വിത്ത് ലോ പറയുന്നതേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോബറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് വീണ്ടും ഒന്ന് CDR വെച്ചിട്ട് നമുക്ക് പരിശോധിക്കാനായിട്ടാണ് ഇന്നലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട്. പക്ഷെ ഇത് മുന്നേ ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കും. കുട്ടി യൂണിഫോമിലായിരുന്നില്ല പോയിരുന്നെന്നുള്ളതും പറയേണ്ടത്. ഞാൻ CCTV വിഷ്വൽസ് കളക്ട് ചെയ്തതിനു ശേഷം വി വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എങ്ങനെയായിരുന്നു പോയത്. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് തിരികെ വരാത്തതിനാൽ അമ്മ വൈകിട്ട് കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് ക്രൂര കൊലപാതക വിവരം പുറത്തുവന്നത്. സ്കൂളിന്റെ മുൻവശത്ത് കുട്ടി ബസ്സിറങ്ങിയതായി പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താനായിരുന്നില്ല.
കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പെൺകുട്ടിയെ കണ്ടില്ലെന്നായിരുന്നു മറുപടി. പോലീസുകാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് 16-കാരനെ ചോദ്യം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇനി വരുന്നത് ഇതിന്റെ മറ്റു നടപടികൾ, ട്രയൽ നടപടികളടക്കമാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനകത്ത് പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അസസ്മെന്റ് ജഡ്ജ് ബോർഡ് നടത്തുകയാണ്. ഈ കുട്ടിയെ ഈ കുറ്റകൃത്യം അഡൾട്ടായിട്ടാണോ ട്രയൽ നടത്തുന്നത് അതോ ചൈൽഡ് എന്നുള്ള രീതിയിൽ മറ്റ് കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണോ ചെയ്യുന്നത്. അപ്പോൾ ആ അസസ്മെന്റ് വിൽ ടേക്ക് സം ടൈം. നമ്മുടെ അന്വേഷണ റിപ്പോർട്ടെല്ലാം ചെന്നതിന് ശേഷമാണ്. ആ അസസ്മെന്റിന് ശേഷം ഇനി ബോർഡിന്റെ ഒരു പ്രിലിമിനറി അസസ്മെന്റ് ഒരു ഡീറ്റെയിൽ പ്രൊസീജിയറാണ്. അതിന് ശേഷമാണ് ഈ കുട്ടിയെ ഇനി നമുക്ക് കൂടുതൽ മൊഴിയെടുക്കുന്നതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് തന്നെ ചെയ്യും. ഇറ്റ്സ് നോട്ട് കസ്റ്റഡിയുടെ ആവശ്യകത വരുന്നില്ല. ബിക്കോസ് സ്റ്റിൽ ഒരു ചൈൽഡ് അപ്രിഹെൻഷൻ എന്നുള്ളതാണ് എൻ്റെ ലീഗൽ ടേം. നമ്മളിപ്പോൾ ഇന്നലെ നടപടിക്രമങ്ങൾ തീർത്ത് ഇന്ന് രാവിലെ കോടതിയിൽ ചൈൽഡ് കോർട്ടിൽ CCN പെരിന്തൽമണ്ണ. സ്വന്തം കഴിവുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് ചില ജനപ്രതിനിധികൾക്ക് തോന്നലുണ്ടെന്നും കൈപ്പത്തി ചിഹ്നമില്ലാതെ മത്സരിച്ചാൽ തങ്ങളുടെ വലിപ്പം എന്താണെന്ന് അപ്പോൾ ബോധ്യപ്പെടുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്. യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അസീസ് ഭീമനാട്. ജനപ്രതിനിധികളോട് ഒറ്റ വാക്ക്, നിങ്ങളെ ജയിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് മറക്കാൻ പാടില്ല. നമുക്കൊക്കെ മെമ്പറായി കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട് നമ്മളുടെയൊക്കെ സ്വന്തം കഴിവുകൊണ്ടാണ് ജയിച്ചതെന്ന്. അല്ല, സ്വന്തം കഴിവുകൊണ്ട് ജയിച്ചത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു തവണ സ്വതന്ത്രമായിട്ട് നിന്നാൽ മതി. പാർട്ടിയൊന്നും ഇല്ലാതെ, ഈ കൈപ്പത്തി ചിഹ്നമില്ലാതെ നമ്മൾ സ്വതന്ത്രമായിട്ടൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോഴേ എന്താണ് നമ്മുടെയൊക്കെ വില എന്ന് നമ്മൾ സ്വന്തം അറിയും. അപ്പൊ അതുകൊണ്ട് ആ വാർഡില് നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഒരുപാട് നേതാക്കളും പ്രവർത്തകരും ഉണ്ട്. ആ നേതാക്കളെയും പ്രവർത്തകരെയും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ കൊട്ടോപ്പാടത്തം സൂചിപ്പിച്ചു, ഒരു കോഴിക്കുഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് അവിടുത്തെ ആളുകളുമായിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് മുൻഗണന കിട്ടുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെമ്പറൊക്കെ എല്ലാവരുടെയും മെമ്പറാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ UDFന്റെ ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തത്തക്ക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം പാർട്ടി ശക്തിപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. CCN മണ്ണാർക്കാട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണെന്നും അവർ പറഞ്ഞു. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അത് പാർട്ടിയാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുക. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അത് പ്രസ്ഥാനമാണല്ലോ. ഓരോ പാർട്ടി പ്രവർത്തകരോടും പ്രസ്ഥാനമാണ് ആവശ്യപ്പെടുക, മത്സരിക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങളും ആണെങ്കിലും. അപ്പൊ അത് നമുക്ക് ഈ നിമിഷം വരെ അങ്ങനെ നമുക്കറിയില്ല. ഇല്ല, അങ്ങനെ ഓരോരുത്തരും ചെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ പ്രവർത്തകർക്കും മത്സരിക്കാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഓരോ നിയോജക മണ്ഡലത്തിനെയും പ്രത്യേകത കണക്കിലെടുത്ത് പാർട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അല്ല, അത് UDFന്റെ കമ്മിറ്റി കൂടിയിട്ടാണ് ഏതൊക്കെ സീറ്റുകളിൽ ഏതൊക്കെ മുന്നണിയിലുള്ള ഘടകകക്ഷികൾ ആരൊക്കെ മത്സരിക്കണം എന്നുള്ള UDF കമ്മിറ്റിയാണ് അവസാന തീരുമാനത്തിൽ എത്തുക. ഇല്ല, കാരണം അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും കഴിയില്ല. കാരണം പാർട്ടി നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് നഗരസഭയിലെ നടമാളിക വാർഡിൽ ഉൾപ്പെടുന്ന വടക്കുമണ്ണൻ റോഡിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള ഖരമാലിന്യങ്ങളും ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്.
സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലാണ് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി മാലിന്യം തള്ളുന്നത്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള ഖരമാലിന്യങ്ങളും ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. മാലിന്യ കൂമ്പാരം ചീഞ്ഞഴുകി കടുത്ത ദുർഗന്ധം വമിക്കുന്നതിനൊപ്പം പ്രദേശം ഇപ്പോൾ ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇത് വഴിയാത്രക്കാർക്കും സമീപവാസികൾക്കും വലിയ ഭീഷണി ഉയർത്തുന്നു. പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലയിലെ ഈ ദുരവസ്ഥ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വടക്കുമണ്ണം വാർഡ് കൗൺസിലർ ജലീൽ കുളമ്പൻ രംഗത്തെത്തി. ഇതിന് അധികാരപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ വേസ്റ്റ് കാര്യങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചു. അതിന് വേസ്റ്റൊക്കെ വീട്ടുകൾക്കിടെ പോയി ഇപ്പൊ എടുക്കുക, അത് നല്ല രീതിയിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ മണ്ണാർക്കാട് ടൗണിന്റെ ഉള്ളിൽ ഇത് എവിടെയും വേസ്റ്റും കാര്യങ്ങളൊന്നും കിടക്കണില്ല എല്ലാന്നോ. അപ്പോൾ പുറത്തെ ആളുകൾ അടക്കം പറയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത് നല്ല വൃത്തിയിൽ പോകുന്നുണ്ട് പറഞ്ഞു. അതൊക്കെ അപ്പോഴാണ് എന്റെ കണ്ണിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. അത് ഞാൻ പെട്ടതല്ല, ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. പിന്നെ ഈ വാർഡിലെ മെമ്പർ ഉണ്ട്, അതില്ലാന്ന് പറയില്ല. പക്ഷെ ആ മെമ്പറെ കുറ്റം പറ്റിയല്ല, ആ മെമ്പറെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവില്ലത്. ആ മെമ്പറെ കണ്ണിൽ ഇത് പെട്ടിട്ടില്ല. എന്റെ കണ്ണിൽ പെടാൻ കാരണം ഞാൻ ഡെയിലി ഇത് പോണ റോഡാ. എന്നോട് ആളുകൾ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട്, ജലീൽ എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ പറയും. ആ മുനിസിപ്പാലിറ്റി പറയേണ്ട ആള് ഞാനാണ്. അത് ഞാൻ അവിടെ പോയി പറഞ്ഞു. അപ്പൊ അത് അവരെ ശ്രദ്ധയിലും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നാളെ ഇത് ഇങ്ങനെ ആരെങ്കിലും കാലിയായിട്ടോ എവിടെയെങ്കിലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ സ്ഥലം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആരും ഒരു വേസ്റ്റ് ഇങ്ങനെ കൊണ്ടിടുമെന്ന് ശ്രദ്ധിക്കും. എങ്ങനെ ഇത് കൊണ്ടിടുമെന്ന് ശ്രദ്ധിക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫൈനാണ്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നടക്കില്ല. അതിന് നടപടി എടുക്കേണ്ട ആരാ? മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിത്തെ അധികാരപ്പെട്ട ആളുകളാണ് ഇതിന് വേണ്ട. പക്ഷെ ഭരണം എന്തിനാണ്? ഭരണം എന്തിനാ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് സംസാരിക്കണത്. നഗരസഭാധികൃതർ സ്ഥലത്തെത്തി മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ജനവാസ മേഖലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ കാടുപിടിച്ചു കിടക്കുന്നത് മാലിന്യം തള്ളാൻ സൗകര്യമാകുന്നുണ്ടെന്നും ഇത്തരം സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ ഉടമകൾക്ക് നഗരസഭ കർശന നിർദ്ദേശം നൽകണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു. അല്ല, അതിനുള്ള ടൈം കിട്ടിയില്ലല്ലോ. ഇത് ഞാൻ ഡെയിലി പോണ റോഡാണ്. അപ്പോഴാണ് ഇതിങ്ങനെ സംഭവം കാണുന്നത്. എന്നോട് കുറെ ആൾക്കാർ ഈ പറയണു, ഇവിടെ ഞാൻ രാവിലെ പച്ചക്കറി വാങ്ങാൻ വരുമ്പോൾ അല്ലെങ്കിൽ ചായ കുടിക്കാൻ വരുമ്പോൾ പല കാര്യത്തിനും വരുമ്പോൾ എന്നെ കാണിച്ചു തന്നു. ജലീൽ ഇത് എന്തെങ്കിലും ആരും ഒന്നും പറയാത്തതിനെ പറ്റിയിട്ട് വെച്ചു. അപ്പൊ ആരും പറയാത്ത തന്നെ നമ്മള് വേറൊരു കാര്യമുണ്ട്. കൗൺസിൽ യോഗത്തിൽ ഇതിന്റെ ചർച്ചക്കുള്ള ഒരു സംഗതി ഇതാർക്കാന്ന് എന്താണെന്ന് അറിയില്ല. അതാണ് അതിന്റെ മെയിന്. പക്ഷെ ഞാൻ എന്റെ കണ്ണിൽ പെട്ടപ്പോ ഞാൻ അത് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. ഇല്ലെങ്കിൽ നാളെ കോഴിക്കോട് ഉണ്ടായമാർക്ക് ഇത് കത്തിപ്പിടിച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഒപ്പം തൊട്ടപ്പുറത്ത് ബിൽഡിങ്ങുകളും കാര്യങ്ങളും വീടുകളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അല്ല, കീരി ഉണ്ടാകാൻ പാമ്പുണ്ടാകാം. കാരണം ഇത് ഇന്നൊന്നും ഇട്ടതല്ലോ. ഇത് എത്രയാണ് വേസ്റ്റാണ് ഇത്. ഒന്നാമത്തെ ഇതിൽ കിടക്കണ എന്താണ് കാര്യമായിട്ട്? ഇതിൽ കാര്യമായിട്ട് കണക്ക് പ്ലാസ്റ്റിക് ആണ് അല്ലേ? ഈ പ്ലാസ്റ്റിക് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നാമത്തെ ഇപ്പത്തെ നല്ല ചൂട്, കാറ്റ്, ഇത് കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പിടിക്കും. ആ ഒരു സാധ്യത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിത്തെ അധികാരികള് ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള മാറ്റം. നമ്മൾ ഒരാളെ ദ്രോഹിക്കും നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അധികാരി, അതായത് നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. നടപടി എടുക്കേണ്ട ആളുകൾ നിങ്ങളാണല്ലോ. അപ്പൊ നിങ്ങളല്ലേ ഇത് ചെയ്യേണ്ടത്. അതാണല്ലോ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത് അവരെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണല്ലോ അത് പറഞ്ഞിരുന്നത്. ഞാന് ഇത് അവരെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, എന്റെ വാർഡ് ഇതിനപ്പുറത്താണ്, തൊട്ടപ്പുറത്താണ്. അപ്പൊ വേറൊന്നും കൂടി ഉണ്ട് ഇതില്. വേറെ കാര്യം നിങ്ങൾ ചോദിച്ചത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തൊട്ട വാർഡിലല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയില് ഒരു വികസനം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ആ വികസനത്തിൽ ഇതൊക്കെ വരില്ലേ? CCN മണ്ണാർക്കാട്. സംസ്ഥാനത്ത് തുടരുന്ന അസ്വാഭാവികമായ കോഴി വില വർധനവ് നിയന്ത്രിക്കാൻ സർക്കാർ വിപണിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്ക് കൃത്രിമമായ വില വർധനവാണ് നടക്കുന്നതെന്നും ഇവർ പറഞ്ഞു. കൃത്രിമമായിട്ടുള്ള ഒരു വില വർധനവാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. നമ്മളെല്ലാവരും ചിക്കനൊക്കെ വാങ്ങുന്ന ആളുകളാണ്. അതിന്റെ വില എന്തുകൊണ്ടാണ് ഇത്ര വർദ്ധിപ്പിച്ചത് എന്ന്
എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുള്ളൂ എന്നുള്ള അറിയില്ല. ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം, കേറ്ററിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലുകളിൽ ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കോഴിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾ നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇത് ഹോട്ടൽ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഹോട്ടൽ വ്യവസായത്തിന് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും വിപണിയിൽ വൻ വിലവർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ വൈദ്യുതി ചാർജ്, ലൈസൻസ് ഫീസുകൾ, വിവിധ നികുതികൾ എന്നിവയിലുണ്ടായ അന്യായമായ വർധനവ് കൂടിയായതോടെ ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ് മേഖലകൾ കനത്ത തകർച്ചയെ അഭിമുഖീകരിക്കുകയാണെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ ക്രിയാത്മകമായി വിഷയത്തിൽ ഇടപെടണമെന്നും വില നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഗ്യാസ്, പാചകവാതകത്തിന്റെ അരി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓയിലുകൾ, നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓയിലുകൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളടക്കമുള്ള, അതുപോലെ തന്നെയാണ് നമുക്ക് നികുതികളും ലൈസൻസ് ഫീസുകളും അന്യായമായി കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് ഈ മേഖല കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പൊ ഇതില് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട്, മാർക്കറ്റില് കമ്പോളത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം ഗവൺമെന്റ് നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. KHRA ഭാരവാഹികളായ CH സമദ്, KT രഘു, M മൊയ്തീൻ കുട്ടി ഹാജി, PP അബ്ദുറഹ്മാൻ, ബഷീർ റോളക്സ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ശ്രീകൃഷ്ണപുരത്ത് വിക്ടറി ഡേ സംഘടിപ്പിച്ചു. DYFI മുൻ സംസ്ഥാന സെക്രട്ടറി T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തി എന്ന രീതിയിൽ എനിക്ക് കുറവുണ്ടാവും, നിങ്ങൾക്ക് പലരിലും കുറവുണ്ടാവും. എന്നോളം കുറവ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ, മുതലാളിത്ത സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ, മുതലാളിത്ത ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയിൽ, മുതലാളിത്ത ചിന്തയ്ക്ക് മേധാവിത്വമുള്ള ഒരു സമൂഹത്തിൽ വ്യക്തികൾ എന്ന രീതിയിൽ നമുക്ക് പല കുറവുകളും സംഭവിക്കാനുണ്ട്. അതാണ് ഈ മുതലാളിത്തത്തിന്റെ പ്രത്യേകത. 16-ൽ 12 സീറ്റിൽ വിജയിച്ച ഇടതുപക്ഷ മുന്നണി അംഗങ്ങൾക്കുള്ള സ്വീകരണത്തോടെയാണ് വിക്ടറി ഡേ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ M സേതാലി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ, പഞ്ചായത്ത് സെക്രട്ടറി B രാജേഷ്, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ AK ശ്രീലാദേവി, ലോക്കൽ സെക്രട്ടറിമാരായ MC വാസുദേവൻ, MK ദേവി, P ഗിരീഷ് എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ദക്ഷിണേന്ത്യയിലെ സുപ്രധാന ആത്മീയ സംഗമങ്ങളിലൊന്നായ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് വിശേഷാൽ പൂജകളോടെ തുടക്കമായി. വെള്ളിയാഴ്ച നടന്ന ചടങ്ങുകളിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. മഹാമാഘ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, ശ്രീരാമദാസ മിഷൻ യൂണിവേഴ്സൽ സൊസൈറ്റി ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീശക്തി ശാന്താനന്ദ മഹർഷി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ആദ്യ ദിന ചടങ്ങുകൾ നടന്നത്. സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവയുടെ മാർഗനിർദ്ദേശത്തിലും കാർമ്മികത്വത്തിലും നടന്ന പൂജകളിൽ വിവിധ ഹിന്ദു സമ്പ്രദായങ്ങളിൽപ്പെട്ട ഭക്തർ ദേവതാ വന്ദനങ്ങളും പിതൃകർമ്മങ്ങളും നിർവഹിച്ചു. മഹോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി 19 നടക്കും. രാവിലെ 11 മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധർമ്മധ്വജാരോഹണം നിർവഹിക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാകും. അന്നു തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തിരുനാവായയിലെ ത്രിമൂർത്തി സംഗമ സ്ഥാനത്തേക്ക് മഹാമേരു രഥയാത്രയും ആരംഭിക്കും. തമിഴ്നാട്ടിലെ പ്രമുഖ ആദീനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന യാത്രയ്ക്ക് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് നേതൃത്വം നൽകും. വരും ദിവസങ്ങളിൽ ഭാരതപ്പുഴയുടെ തീരം ഭക്തിസാന്ദ്രമായ കൂടുതൽ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. CCN മലപ്പുറം. ആതുര ശുശ്രൂഷ സേവന രംഗത്ത് 36 വർഷമായി പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ അത്യാധുനിക രീതിയിൽ പക്ഷാഘാത ചികിത്സയ്ക്കായി സജ്ജീകരിച്ച കാത്ത് ലാബ്, സ്ട്രോക്ക് ICU എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം നിർവഹിച്ചു.
4 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന പക്ഷാഘാത ചികിത്സാ വിഭാഗത്തിൽ ഇതിനോടകം നിരവധി രോഗികൾക്ക് പുതുജീവൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. സൗത്ത് മലബാറിലെയും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്നുമായി 1000-ലധികം രോഗികളാണ് ഈ വിഭാഗത്തിലെ മികച്ച ചികിത്സ മൂലം സ്വജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഈ മേഖലയിലെ ചികിത്സ ഗുണമേന്മ, ഉയർന്ന വിജയനിരക്ക്, രോഗി സംതൃപ്തി എന്നിവ കണക്കിലെടുത്ത് ലോക പക്ഷാഘാത സംഘടന QAI, VOH തുടങ്ങിയ ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ലഭിച്ച മലബാറിലെ ഏക ആശുപത്രി കൂടിയാണ് കിംസ് അൽഷിഫ. സ്ട്രോക്ക് സംഭവിച്ച രോഗിയെ 3 മുതൽ 4 മണിക്കൂറിനിടയിൽ എത്തിച്ചാൽ ശരീരം തളരാതെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇവിടുത്തെ ചികിത്സയിലൂടെ സാധിക്കും. കുറഞ്ഞ റേഡിയേഷനുള്ള മസ്തിഷ്കത്തിന്റെയും ഹൃദയ രക്തക്കുഴലിനെയും വ്യക്തമായി കാണാൻ സാധിക്കുന്ന 360 ഡിഗ്രി കാഴ്ചയുള്ള ഏറ്റവും മികച്ച കാത്ത് ലാബ്, കൂടാതെ പക്ഷാഘാതം സംഭവിച്ചവർക്കുള്ള സമ്പൂർണ്ണ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ വിഭാഗം എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 2 രീതിയിലുള്ള അറ്റാക്കാണ് സാധാരണ ഒരു മനുഷ്യന് വരുന്നത്. ഒന്ന് ഹാർട്ട് അറ്റാക്ക്, ഒന്ന് ബ്രെയിൻ അറ്റാക്ക്, അത് ബ്രെയിൻ സ്ട്രോക്ക്. ഇത് രണ്ടും വളരെ അപകടകരമാണ്, മരണത്തിലേക്ക് വരെ പോകാവുന്നത്. പക്ഷേ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, ബ്രെയിൻ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ 6 മണിക്കൂറിനുള്ളിൽ ആസ്പത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ജീവിതം നൽകി ചികിത്സിച്ച് ആ സ്ട്രോക്കുകൾ മാറ്റാൻ കഴിയും. അതിനുള്ള അത്യാധുനിക കാത്ത് ലാബിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട MP E.T. മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ നിർവഹിച്ചത്. മലബാറിലെ ആദ്യ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള സമ്പൂർണ്ണ കാത്ത് ലാബ് സൗകര്യം കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P. ഉണ്ണീന്റെ അധ്യക്ഷതയിൽ E.T. മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. അസുഖം വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ അറ്റൻഷൻ ഉണ്ടാവുകയും ഈ സാങ്കേതിക വിദ്യയെല്ലാം തന്നെ ടൈംലി ഇൻ്റർവെൻഷനിലൂടെ ചികിത്സിച്ച് മാറ്റാനുള്ള സൗകര്യമുണ്ടാവുകയും ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. ആദ്യമായി ഇത്രയും നല്ല ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ കഴിഞ്ഞ ഇതിൻ്റെ നേതൃത്വത്തെ ആത്മാർത്ഥമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. മറ്റു കാര്യമായി മുന്നീർ സാഹിബ് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എക്സ്പാൻഷൻ്റെ സംഗതിയിൽ നിങ്ങൾ വളരെ വേഗത്തിൽ ഇനിയും പോവുകയാണെന്നാണ്. ഇത് മാത്രമല്ല, ക്യാൻസർ ചികിത്സാ രംഗത്ത് ജില്ലയിലെ ഏറ്റവും നല്ല സംവിധാനം ഇവിടെ വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അക്കാര്യത്തിൽ അവരെ അഭിനന്ദിക്കാൻ തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളും ഈ രോഗികളെ പരിചരിക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിലെ ക്യാൻസർ സെൻ്ററുകളുടെ അടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയാണ് ഞാൻ. അപ്പോൾ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് ഫലപ്രദമായി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ത്യാഗമനോഭാവം എടുക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ ടീം സ്പിരിറ്റാണ്. 36 കൊല്ലം ആ യോജിപ്പോടുകൂടി ദക്ഷിണാപരമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വരുന്ന നിങ്ങളെ നന്മ നേരുകയാണ്. ഡയറക്ടർമാരായ അബ്ദുൾ റസാഖ് KT, മുഹമ്മദ് ഫൈസൽ, പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, ഓർത്തോ വിഭാഗ മേധാവി ഡോക്ടർ E.G. മോഹൻകുമാർ, സ്പോർട്സ് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, മോഹൻകുമാർ, സാമൂഹിക പ്രവർത്തകൻ കുറ്റിരി മാനുപ്പ, ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, ന്യൂറോളജി വിഭാഗ മേധാവി ഡോക്ടർ സംഗീത് ചെറിയാൻ, ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ദിവാകരൻ, ഗൈനക്കോളജി വിഭാഗ മേധാവി ഡോക്ടർ നയൻതാര, പീഡിയാട്രിക്സ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത്, ഡോക്ടർ വത്സ ജോർജ്, ഡോക്ടർ ബുഷറ, ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നമുക്കൊരു രക്തക്കുഴൽ അടഞ്ഞു പോയാൽ അത് പെട്ടെന്ന് അലിയിച്ച് കളയാൻ പറ്റും. അതിനാണ് ത്രോംബോലൈസിസ് എന്ന് പറയുന്നത്. എന്നാൽ വലിയ രക്തക്കുഴലിന്റെ ബ്ലോക്ക് ആണെങ്കിൽ അലിയിച്ചുകൊണ്ട് ചിലപ്പോൾ തുറന്നു കിട്ടുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് ഇന്റർവെൻഷന്റെ ഒരു ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആ രക്തക്കുഴലിലൂടെ പോയി ആൻജിയോഗ്രാം എടുത്ത് അവിടെ ഒരു സ്റ്റെൻഡ് ഇടുകയും ബ്ലോക്ക് വലിച്ചെടുക്കുകയും, അതിനാണ് മെക്കാനിക്കൽ ത്രോംബോസിസ്. ആ ചികിത്സ, അതേപോലെ കെരോട്ടിൻ രക്തത്തിൽ നമുക്കൊരു ചെറിയ സ്ട്രോക്ക് ആണെങ്കിലും 90% അടവാണെങ്കിൽ ഭാവിയിലോട്ടുള്ള സ്ട്രോക്ക് നമുക്കൊരു പരിധി വരെ തടയാൻ സാധിക്കും. ഇനിയിപ്പോൾ ബ്ലീഡിംഗ് ഉള്ള സ്ട്രോക്ക് ആണ്, ന്യൂറിസം പൊട്ടിയിലുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ നമുക്കത് കോയിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ചെയ്യാൻ പറ്റുന്ന ഒരു കാത്ത് ലാബാണ്. നമ്മളൊരു അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെന്റർ ആണ്, കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് കെയർ ആണ് നമ്മളിവിടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അത് ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവർക്കും ഒരു ബ്ലെസ്സിംഗ് ആണ്. കാരണം ഒരു സ്ട്രോക്കിനോട് പോലും ചികിത്സ നിഷേധിച്ച്
പെർമനന്റ് ഡിസ്ട്രിക്റ്റിലോട്ട് പോകും. ചടങ്ങിന് സിഇഒ പ്രിയൻ KC നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവാരക്കുണ്ട് 14-കാരിയുടെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മലപ്പുറം SP വിശ്വനാഥൻ പറഞ്ഞു. 16-കാരന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോങ്ങാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് KPCC ജനറൽ സെക്രട്ടറി KA തുളസി, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും അവർ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ സുപ്രധാന ആത്മീയ സംഗമങ്ങളിലൊന്നായ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് വിശേഷാൽ പൂജകളോടെ തുടക്കമായി. വെള്ളിയാഴ്ച നടന്ന ചടങ്ങുകളിൽ 100-കണക്കിന് ഭക്തർ പങ്കെടുത്തു. സംസ്ഥാനത്ത് തുടരുന്ന അസ്വാഭാവികമായ കോഴി വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാർ വിപണിയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്ക് കൃത്രിമമായ വിലവർദ്ധനവാണ് നടക്കുന്നതെന്നും ഇവർ പറഞ്ഞു. മണ്ണാർക്കാട് നഗരസഭയിലെ നടമാളിക വാർഡിൽ ഉൾപ്പെടുന്ന വടക്കുമണ്ണം റോഡിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള ഖരമാലിന്യങ്ങളും ഇവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.